ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഇന്ന് ബേബി ഗേളിൻ്റെ റിവ്യൂ പറയാം. അപ്പോൾ റിവ്യൂ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഇറ്റ്സ് എ ഗുഡ് ത്രില്ലർ മൂവി. ഇത്ര ത്രില്ലർ അല്ല, പക്ഷെ എന്നാലും ഒട്ടും ഇല്ലാകില്ല. 2 hours ഒന്ന് എൻഗേജിങ് ആയിട്ട് ഒരു കഥ കാണാം. പക്ക ഒരു ഫാമിലി മൂവിയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിവിൻ പോളി ചിത്രമാണെങ്കിലും നിവിൻ പോളി ഇസ് ദ ഫേസ് ഓഫ് ദി മൂവി എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. നിവിൻ പോളിക്ക് എന്നുള്ള ചിത്രമൊന്നുമല്ല. എനിക്ക് തോന്നി നിവിൻ പോളി അല്ലെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ആക്ടർ ആണെങ്കിലും ആ റോൾ എടുക്കാൻ പറ്റും എന്നുള്ളൊരു റോളാണ് നിവിൻ പോളിക്ക്. പിന്നെ മെയിനായിട്ട് നമ്മുടെ മറ്റേ പ്രേമലുവിലെ അമൽ ഡേവിസ് ആണ് മെയിൻ ക്യാരക്ടർ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ലാസ്റ്റ് ഒരു 20 minutes വാസ് എൻഗേജിങ്. നല്ല ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ലാഗ് ഉണ്ട്. പിന്നെ ഇവർ ഒരേ സമയത്ത് നടക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും അതങ്ങോട്ട് വ്യക്തമായിട്ട് കണക്ട് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. നമ്മളത് കണക്ട് ചെയ്തെടുക്കണം. അവിടെ ആവും അപ്പം അങ്ങ് നടന്നപ്പോൾ ഇങ്ങനെ നടന്നല്ലേ, അങ്ങനെ നമ്മൾ അതിലേക്ക് എത്തും. രസമുണ്ട്. പിന്നെ നമ്പറില്ലേ 2 മണിക്കൂർ നമുക്കിരുന്ന് കാണാം. ബോറിംഗ് ഒന്നല്ല, എന്തായാലും കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ് കാര്യങ്ങൾ. കാരണം ഈ മൂവി തുടങ്ങി ഫസ്റ്റ് സീൻ തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിപ്പോയി. നമുക്ക് സീൻ പറയുന്നില്ല. പിന്നെ ആസ് യൂഷ്വൽ ആ മൂവി നെയിം പോലെ തന്നെ ഒരു ബേബി ഗേൾ മിസ്സാവുന്ന ഒരു കഥ. ആ കുട്ടീനെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കഥ പോകുന്നത്. അഭിനയത്തിൽ ഞാൻ പറഞ്ഞാൽ സംഗീത വാസ് നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് ലിജോ മോളും നല്ലോണം ആക്ട് ചെയ്തിട്ടുണ്ട്. കഥ വാസ് ഗുഡ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇവർ കുറച്ച് ലാഗായി മൂവി. പിന്നെ കുറച്ചും കൂടെ ഒന്ന് നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം കുറച്ചും കൂടെ നന്നാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കഥയായിരുന്നു. പക്ഷെ ഒരത് ഒന്ന് എന്തൊക്കെയൊക്കെയോ ചെയ്ത് ഇവർ കുറേ കണക്റ്റ് ആവാൻ കുറച്ച് ഒരിതാണ്. ലൈക്ക് ഇവരിപ്പോൾ എന്തിനാ ഇങ്ങനെ ചെയ്ത്, അതിൻ്റെ ആവശ്യം എന്താ, ഇവനിപ്പെടുന്ന അങ്ങനത്തെ ഒരു ഫസ്റ്റൊക്കെ നമുക്ക് തോന്നും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് ഒരു 20 minutes എൻഗേജിങ് ആണ്, ത്രില്ലിംഗ് ആണ്, ട്വിസ്റ്റും ഉണ്ട്. പിന്നെ നല്ലൊരു മെസ്സേജ് ഉണ്ട് മൂവിയിൽ. ലൈക്ക് വേണ്ടവനും വേണ്ടാത്തവരും തമ്മിലുള്ള ഒരു സാധനം. അത് നിങ്ങൾക്ക് മൂവി കണ്ടാൽ മനസ്സിലാവും. ഞാൻ മൂവി ഫുള്ളായിട്ട് ഞാൻ പറയുന്നില്ല, സ്പോയിലർ ആവരുതല്ലോ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം കാണണമെന്ന് ചോദിച്ചാൽ കാണാം. കാരണം എൻ്റെ അഭിപ്രായം മാത്രം കേട്ടിട്ട് നിങ്ങളാരും പോയി കാണരുത്. ഇതെൻ്റെ സ്വന്തം അഭിപ്രായമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അത്ര ബോറ് പടമൊന്നുമല്ല, എൻഗേജിങ് ആണ്. നമുക്കങ്ങനെ അയ്യോ ആ സാധനമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞാൽ ത്രില്ലറാണ്, എൻഗേജിങ് ആണ്. 2 hours കാണാൻ പറ്റും. കയ്യോ ഇത് എന്ത് പടം ഇത്, അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും നമുക്ക് വരില്ല. കണ്ടിരിക്കാം. അപ്പം അത്രേ ഉള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.